ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെ ഹോസ്പിറ്റലിൽ നിർത്തിയതിന് ശേഷം രേവതി ശരത്തിന് വേണ്ടി ജ്യൂസ് മേടിക്കാൻ പോവാളേ. ഈ സമയത്തും സച്ചി തന്നെ ഉപദേശിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തുകൊണ്ട് ഉള്ളിൽ പക കൂട്ടിയെടുക്കാണ്ട് ശരത്ത്. പിന്നീട് കാണിക്കുന്ന ഇതേ സമയം തന്നെ കാർ സ്റ്റാൻഡിൽ മഹേഷ് ഒഴികെ ബാക്കി എല്ലാവരും തന്നെ സച്ചിയെ വഴക്ക് പറയാണ്ട്. അതായത് ഇത്രയധികം ആന്റണിയെ ഉപദ്രവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമെന്ന് അറിയില്ല. എന്നാലും അവന് നല്ല ദേഷ്യമായിട്ടുണ്ട്. ഈ കാർ സ്റ്റാൻഡിലുള്ള മിക്കവരും തന്നെ അവനോട് പലിശ മേടിച്ചിട്ടുണ്ട്. ഇനി അവൻ എന്താണോ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം തന്നെ മഹേഷ് പറയുന്നത് എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആന്റണിയെ തല്ലിയത് ഓക്കെ, പക്ഷെ നീ എന്ത് കാരണം കൊണ്ടാണ് ശരത്തിനെ തല്ലിയത്? അവരെ ചെറിയ ചെറുക്കനാണെങ്കിൽ നിനക്ക് നോക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ചെറിയ ചെക്കൻ, എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്, അവൻ എന്താ കാട്ടിക്കൂട്ടിയെന്ന് അറിയാമോ എന്ന് ചോദിച്ചോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മഹേഷല്ല ബാക്കി എല്ലാവരും കാണുമ്പോഴത്തേക്കും സച്ചി പറയാൻ വന്ന കാര്യം അവിടെ നിർത്തുന്നുണ്ട്. വേഗം തന്നെ മഹേഷ് ബാക്കിയുള്ളവരായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും വണ്ടിയിലേക്ക് പൊക്കോ, ഞാൻ എന്തായാലും ഇവനോട് സംസാരിച്ച് പ്രശ്നമൊക്കെ സോൾവ് ചെയ്തെടുക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാവരും കൂടി വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട്, നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ, നീ ശരത്തിനെ എന്തായാലും അങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ മഹേഷിനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കാണുന്ന സമയത്ത് മഹേഷ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, എടാ ഇത് ശരത്തല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ ശരത്ത് തന്നെയാണ്. ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പോയ സമയത്ത് സ്റ്റുഡിയോയുടെ ഓണർ അവൻ എൻ്റെ സുഹൃത്തായിരുന്നു, അവൻ മുഖാന്തരം എനിക്ക് ഈ വീഡിയോ കിട്ടിയത്. വേറെ ആരും തന്നെ ഈ ഒരു വീഡിയോ അന്വേഷിച്ച് വരാത്തത് കൊണ്ട് തന്നെ അവൻ പോലീസ് കേസ് ആക്കാനോ മറ്റാരോടും ഇത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും ശരത്ത് എങ്ങനെയാണ് ഇങ്ങനെയായി പോയത്, എന്നിരുന്നാലും നീ അവനെ എല്ലാവരും മുന്നിൽ വെച്ച് തല്ലണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ പറഞ്ഞ പോലെ തന്നെ അവനോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെന്ന വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവൻ കോളേജിലേക്ക് പോയി എന്ന് പറഞ്ഞു. കോളേജിൽ പോയി ചെന്ന സമയത്ത് അവൻ കോളേജിൽ വന്നിട്ട് ദിവസങ്ങളായി എന്നാണ് അവൻ്റെ കൂട്ടുകാരന്മാരെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഇവിടെ വന്ന സമയത്താണ് ആന്റണി നിന്നെ തല്ലുന്നത് കണ്ടത്. നിന്നെ തല്ലിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാനാവില്ല മഹേഷേ, അതുകൊണ്ട് ഞാൻ അവനെക്കെട്ട് കൊടുത്തു. പക്ഷെ ശരത്തിന് ഞാൻ തല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഉദ്ദേശമല്ല, അവൻ എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. മാത്രമല്ല അവൻ ചെയ്ത കാര്യങ്ങളും അമ്മയുടെ രേവതിയുടെയൊക്കെ പ്രതീക്ഷ കളഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തപ്പോഴത്തേക്കും അറിയാതെ ഞാൻ ചെയ്തു പോയതാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് മഹേഷ് പറയാണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകാൻ പോകുമെന്ന് അറിയില്ല, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ വരെ ബാധിച്ചേക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്നാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു കാര്യം അത് വീട്ടിൽ ആരും തന്നെ അറിയാൻ പാടില്ല, നിനക്കറിയാൻ പാടില്ല. നേരത്തെ ചേർത്ത് ബൈക്ക് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എന്തോരം പ്രശ്നങ്ങൾ അമ്മ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി അമ്മയും സുധിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രേവതിക്ക് ആ വീട്ടിൽ നിൽക്കാനേ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ ആരും തന്നെ അറിയാൻ പാടില്ല. ഈ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്, സ്റ്റുഡിയോയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് വേഗം തന്നെ മഹേഷ് സച്ചിയെ തടയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ഫോണിൽ നിന്ന് നീ ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്, കാരണം ശരത്ത് തെറ്റ് ചെയ്തെന്നുള്ള ആകെയുള്ള തെളിവ് ഇത് മാത്രമാണ്. പിന്നീട് ഒരിക്കൽ ശരത്ത് തന്നെ ഇത് മാറ്റി പറയാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് തെളിവിനായിട്ട് നിന്റെ കയ്യിൽ ഇത് വേണം എന്നൊക്കെ മഹേഷ് പറയാണ്. മഹേഷ് പറഞ്ഞത് ശരിയാണ് സച്ചിക്ക് തോന്നുവാണ് കേട്ടോ. അതിനുശേഷം സച്ചി മഹേഷിനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു സത്യം നിനക്കും എനിക്കും സ്റ്റുഡിയോയുടെ ഉണ്ടായി അവനും മാത്രമേ അറിയാവുള്ളൂ, വേറെ ആരും ഇതും തന്നെ അറിയാൻ പാടില്ല, ഇനിയിട്ട് അറിയാനും പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിലും ശരത്തിന് വേണ്ടി ജ്യൂസും മേടിച്ചിട്ട് തിരികെ വരികയാണ് രേവതി. വേഗം തന്നെ രേണുവിൻ്റെ കയ്യിൽ ജ്യൂസ് കൊടുത്തു വിടട്ടെ, ഞാനൊന്ന് സച്ചിയേട്ടനെ വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ വിളിക്കുകയാണ്. സച്ചിയെ വിളിച്ചിട്ട്, ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലാണ്, സച്ചിയേട്ടൻ വേഗം വരണമെന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശരത്തിന് വയ്യായെന്നും ശരത്ത് ബൈക്കിൽ നിന്ന് വീണ് കൈക്ക് വല്ലാതായിരിക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിയുടെ മുഖഭാവം ആകെ മാറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ലോങ് ട്രിപ്പ് ഓട്ടത്തിന് പോവുകയാണ്, എനിക്ക് വരാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ സച്ചേട്ടന് ശരത്തിനേക്കാൾ വലുതാണ് ഓട്ടം എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പം തൽക്കാലം അതാണ് എനിക്ക് വലുത്, കാരണം ജീവിക്കണമെങ്കിൽ ഓട്ടം പിടിക്കാൻ രക്ഷയില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ഓട്ടം ഞാൻ ക്യാൻസൽ ചെയ്യുകയില്ല എന്നൊക്കെ പറയാറ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എങ്ങനെയും വരണം, ഇവിടെ ഞങ്ങൾ 3 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല സച്ചേട്ടൻ, എന്തായാലും ഓട്ടം കഴിഞ്ഞിട്ടായാലും സച്ചേട്ടനും കൂടെ വരാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ നോക്കാം എന്നല്ലാതെ ഉറപ്പ് പറയുകയില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി കോള് കട്ട് ചെയ്യേണ്ട. സച്ചിയുടെ പെരുമാറ്റം രേവതിനെ ആകെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ സച്ചിനെ വിളിച്ചിട്ട് കിട്ടിയോ, സച്ചി വരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചിൻ ഒരു ലോങ് ട്രിപ്പ് പോയിരിക്കണം, എന്തായാലും വരുമായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ശരത്തിന് വയ്യായെന്ന് ചേച്ചി പറഞ്ഞില്ലേ എന്ന് രേണു ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇത് വലിയ പ്രശ്നമൊന്നും ആക്കുമൊന്നും വേണ്ട, സച്ചിമോൻ ഓട്ടം കിട്ടിയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ മോൻ വേഗം ഇങ്ങോട്ട് ഓടി വരാറുള്ളതല്ലേ, അത് വിട്ടേക്ക് എന്നൊക്കെ അമ്മ പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ച് നിർത്തുകയുണ്ടായിരുന്നു. എന്നാൽ രേവതിക്ക് അങ്ങനെയല്ല, സച്ചി പറഞ്ഞ വാക്കുകൾ നേരിട്ട് കേട്ട രേവതി ആയതുകൊണ്ട് തന്നെ രേവതി ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ.
ഇതേ സമയം തന്നെ ശരത്ത് ചെറിയൊരു ടെൻഷനോട് കൂടി തന്നെ ചോദിക്കുകയാണ്, സച്ചേട്ടൻ ചേച്ചിയോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് പറയാനായിട്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല സച്ചേട്ടൻ ഇങ്ങോട്ട് വന്നില്ല, അപ്പോൾ വരാത്തിന് കാരണം എന്തെങ്കിലും പറഞ്ഞുവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ലടാ, എന്തായാലും സച്ചേട്ടൻ വരുമായിരിക്കും എന്നൊക്കെ രേവതി ഇങ്ങനെ പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുന്ന രേവതി ആകെ ടെൻഷനോട് കൂടിയിട്ടാണ് വരുന്നത്. ഈ ഒരു സമയത്ത് രവിയും അതുപോലെ തന്നെ ചന്ദ്രയും ശ്രുതിയും എല്ലാം തന്നെ ഹാളിലുണ്ടാകും. വന്ന ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, ശരത്തിന് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛ ശരത്തിന്റെ കാര്യം കുറച്ച് സീരിയസ് ആണ്, അവന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയായിട്ട് മേല, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, ഒരു എക്സാം വരുന്നു, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊന്നും ഒട്ടും പിടിയില്ല എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും അല്ല അവനെങ്ങനെ അപകടം പറ്റിയെന്ന് ചന്ദ്ര വിളിച്ച് ചോദിക്കട്ടെ. ഈ സമയത്ത് അവൻ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് രേവതി മറുപടി പറയുമ്പോഴത്തേക്കും ഇവിടത്തെ പോലെ തന്നെ ആരിലൊക്കെ ബൈക്കൊക്കെ മോഷിച്ചുകൊണ്ട് പോയ സമയത്ത് പോലീസുകാരെ ഓടിച്ചിട്ട് വീണതാണോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുന്ന സമയത്ത് ചന്ദ്രയും ശ്രുതിയും കൂടെ കൂടിയിട്ട് രേവതിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രവി ചോദിക്കുകയാണ്, അമ്മയുടെ ജോലി നീ എന്താ ഏറ്റെടുത്തോ രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ വായടയാണ് കേട്ടോ. വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, അവൻ ഇവിടെ ഒന്ന് കാട്ടിക്കൂട്ടിയത് തന്നെയല്ലേ ശ്രുതി പറഞ്ഞത്, ഇനിയിപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ കാര്യം അറിയാതെ സംസാരിക്കരുത്, ശരത്ത് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, അവൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്നുണ്ട് എന്നൊക്കെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് റൂമിൽ നിന്ന് സച്ചി ഇറങ്ങി വരുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും രേവതി ആകെ ഷോക്കിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നത്, സച്ചേട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരാഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പ്രത്യേകിച്ചൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, അപ്പൊ നീ ഹോസ്പിറ്റലിൽ പോകാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ കരുതി നീ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് വന്നതെന്നാണ് വിചാരിച്ചത്, ഇതറിഞ്ഞിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടേനെ എന്നൊക്കെ പറയുകയാണ്. വേഗം രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ ഇവിടെ വന്നിരുന്നെങ്കിൽ സച്ചേട്ടനൊന്നും ഹോസ്പിറ്റലിലേക്ക് വരാൻ പാടില്ലായിരുന്നോ, ഞാനും അമ്മയും രേണും ഒക്കെ എന്തോരം കഷ്ടപ്പെട്ടു എന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഓട്ടം പോയിട്ട് ഞാൻ വന്നതേ ഉള്ളൂ, പിന്നെ ഓട്ടം വേഗം തീരുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ പോട്ടെ സച്ചേട്ടൻ വരാൻ പാടില്ലായിരുന്നു, എന്തിനാ അവനെ പറ്റി ചോദിക്കൊന്നും സച്ചേട്ടൻ ചെയ്തില്ലല്ലോ എന്നൊക്കെ രേവതി ഇങ്ങനെ സച്ചിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇരുവരും കൂടെ കൂടിയിട്ടുള്ള സംസാരം കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഏകദേശം ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, ഇത്രയും നാളത്തെ സ്നേഹം മാറി ഇനി ഇവർ പിണക്കത്തിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് 3 പേരും കൂടി സന്തോഷത്തോടെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ചെമ്പനീപ്പൂവിന്റെ എപ്പിസോഡ് ഇതുവരെ വരാത്തത് കൊണ്ട് സിറകടിക്ക് മാസയിലെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.